തമിഴ്നാട് നീലഗിരി ഗൂഡല്ലൂർ ടൗണിൽ കാട്ടാനാക്രമണം. പുഷ്പഗിരി ആശുപത്രിക്ക് സമീപമാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. കാട്ടാന കാറും വീടുകളുടെ ഗേറ്റും തകർത്തു. ആഷിഖ് റഹ്മാൻ ചേർന്നു വിവരങ്ങളുമായി. ആഷിഖ്, ഒരു ടൗണിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. എപ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇന്ന് രാവിലെയാണ് ഈ സംഭവം. രാവിലെയോട് കൂടി ഈ ഗുഡല്ലൂർ ടൗണിന് സമീപത്തെ ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള പുഷ്പഗിരി ആശുപത്രിക്ക് സമീപമാണ് ഈ ആനയെ കണ്ടത്. ആദ്യഘട്ടത്തിൽ ഈ തേയിലത്തോട്ടത്തിലായിരുന്നു ഈ ആനയുണ്ടായിരുന്നത്. തുടർന്ന് ആളുകൾ തുരത്തുന്നതിനിടെയാണ് നീലഗിരി ടൗണിലേക്ക് ആന ഇറങ്ങുകയും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനം ഒരു കാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമിച്ചു എന്നുള്ളതാണ്. ആ കാർ ആക്രമിച്ചതുപോലെ തന്നെ ആ കാറിന്റെ മുൻഭാഗം രണ്ടും തകർന്നിട്ടുണ്ട്. ഈ കാറിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല. പക്ഷേ ഈ കാറിന്റെ മുൻഭാഗവും വാഹനത്തിന്റെ മുൻഭാഗമുള്ള ഈ ചില്ലുമടക്കം ഈ കാട്ടാന ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ്. ആ വീടുകൾക്കുള്ളിലെല്ലാം കയറി അതിന്റെ ഗേറ്റ് എല്ലാം തകർത്തുകൊണ്ടാണ് ആന പ്രവേശിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും തോന്നുന്നു. ഓരോ വീടുകൾക്ക് സമീപവും ആന കടന്നു പോവുകയും ആളുകൾ വലിയ ഭീതിയോടുകൂടി ശബ്ദമുണ്ടാക്കുകയും ചെയ്ത് നമുക്ക് കാണാവുന്നതാണ്. ഇത് കൂനൂർ വയനാട് ദേശീയപാതയാണ്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കാട്ടാന ഈ ടൗണിൽ തന്നെ തുടർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തി ഇതിനെ തുരത്താനുള്ള നടപടികൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ നാശനഷ്ടമാണ് പ്രദേശത്തിനുണ്ടാക്കിയത്. ഇപ്പോഴും വനംവകുപ്പ് ഈ ആനയെ തുരത്താനുള്ള നടപടികൾ തുടരുകയാണ്. ലക്ഷ്മിത്വ. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന്.